നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ശേഷം സിപിഐഎമ്മിന്റെ തലയിൽ മറ്റൊരു ആത്മഹത്യ കൂടിയാവുകയാണ്. ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ മാത്രമുള്ള തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. സിപിഐഎമ്മിന് മുന്നിൽ ഇനി വഴികൾ അടഞ്ഞു. പഞ്ചായത്ത് അംഗം എസ് ശ്രീജ ജീവനൊടുക്കിയ സംഭവത്തിൽ സിപിഐഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഭർത്താവ് ജയകുമാർ കൂടി എത്തുമ്പോൾ കുരുക്ക് മുറുകുകയാണ്. സിപിഐഎം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ശ്രീജയ്ക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതാണ് മരണത്തിന് കാരണമെന്ന് തെളിയുമ്പോൾ ശ്രീജയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജുമോഹൻ, പഞ്ചായത്ത് അംഗം ML കിഷോർ, KS ഷിജി കേശവൻ, മഹേഷ്, കുടുംബശ്രീ CDS അധ്യക്ഷ JR സുനിത കുമാരി എന്നിവർ നികൃഷ്ടമായ രീതിയിൽ ആക്ഷേപിച്ചു എന്നാണ് പരാതി. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശ്രീജയ്ക്ക് 20 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നും വായ്പ എടുത്ത് ഈ മാസം അത് കൊടുത്തു തീർക്കാനിരിക്കുകയായിരുന്നുവെന്നും ജയകുമാർ പറഞ്ഞത് തെളിവായി നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. ആര്യനാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ശ്രീജ ജയിച്ചത്. കോട്ടയ്ക്കകം വാർഡിൽ മുൻ വൈസ് പ്രസിഡന്റ് O ശൈലജയെ 392 വോട്ടിന് പരാജയപ്പെടുത്തിയിരുന്നു. ശ്രീജയ്ക്ക് 638 വോട്ട് ലഭിച്ചപ്പോൾ ശൈലജയ്ക്ക് കിട്ടിയത് വെറും 246 വോട്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി സൗമ്യയ്ക്ക് 85 വോട്ടും അന്ന് ലഭിച്ചിരുന്നു. 2010 ശൈലജയോട് ശ്രീജ പരാജയപ്പെട്ടിരുന്നു. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം അടുത്തൊരു ആത്മഹത്യ കൂടി CPM കണക്ക് പറയാനിരിക്കുന്നു. ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും പ്രതിയാണ് എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. CPM-നെതിരെയുള്ള ശക്തമായ ആയുധം പുറത്തെടുക്കുകയാണ് ഇവിടെ. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രീജയുടെ മരണത്തിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞങ്ങളും ചേരുകയാണ്. ഈ മരണം സത്യത്തിൽ ഒരു കൊലപാതകമാണ്. നവീൻ ബാബുവിന്റെ ദാരുണമായ മരണത്തിന് ശേഷം കേരളത്തിലെ CPM നേതാക്കന്മാർ കുറെയെങ്കിലും പാഠം പഠിക്കും, മനുഷ്യജീവന് വില കൽപ്പിക്കും, വാക്കുകൾ കൊണ്ട് ആരെയും കൊലപ്പെടുത്തുകയില്ല എന്നാണ് നമ്മൾ ധരിച്ചതെങ്കിൽ അവരുടെ ആ പതിവ് ശൈലി അവർ തിരുത്തിയിട്ടില്ല. ശ്രീജ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച നല്ല ഒരു പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകയുമാണ്. അവർക്ക് എന്തെങ്കിലും കടബാധ്യതകളുണ്ടെങ്കിൽ അത് പിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ടോ, പഞ്ചായത്ത് മെമ്പർമാർക്കുണ്ടോ? CPM ഏരിയ സെക്രട്ടറി ഈ വട്ടിപ്പണം പിരിക്കുന്ന പണി ഏറ്റെടുത്തിട്ടുണ്ടോ? ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രി മറുപടി പറയണം. ശ്രീജയുടെ ജീവൻ അവരപഹരിച്ചതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവഹേളിക്കാൻ ഈ ടൗണിൽ, ആര്യാട് ടൗണിൽ പോസ്റ്റർ പതിപ്പിക്കുകയും അവരെ ആക്ഷേപിക്കുന്നതിനായിട്ട് മാത്രം ഒരു പൊതുയോഗം ചേരുകയും അതിൽ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഒരു വനിതാ ജനപ്രതിനിധിയെ അങ്ങേയറ്റം ആക്ഷേപിച്ച് പ്രസംഗിക്കുകയും അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു. കടബാധ്യതകൾ സ്വാഭാവികമാണ്. സാമ്പത്തിക രംഗത്ത് ജനങ്ങൾക്കെല്ലാമുള്ള പ്രയാസങ്ങൾ ആർക്കാണ് അറിയാത്തത്? CPM നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ബാധ്യതകൾ ഉണ്ടാവില്ല, അവർക്ക് സമ്പാദ്യമായിരിക്കും ഉണ്ടാവുക. അവർക്ക് സമ്പാദിക്കാനുള്ള വഴി ഭരണത്തിന്റെ തണലിൽ അവർ ഒരുക്കുന്നുണ്ട്. പക്ഷെ ഒരു പൊതുപ്രവർത്തകന് ചിലപ്പോൾ കടബാധ്യതകൾ ഉണ്ടാകും. അതുപോലും തീർക്കാൻ വേണ്ടി സ്വന്തം വീട് വിൽക്കാനാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ മാനഹാനി ഉണ്ടായത്, ഈ അവഹേളനം ഉണ്ടായത്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ പോലീസ് കേസെടുക്കണം. ശ്രീജയുടെ ഭർത്താവ് കൃത്യമായ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെടുത്തു പറഞ്ഞാണ് പരാതി. ആ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതെ പ്രതികളെ രക്ഷിക്കുന്ന പോലീസിന്റെ PP ദിവ്യയെ എങ്ങനെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പരിശ്രമിച്ചോ ആ മോഡലിൽ തന്നെയാണ് ആര്യനാട് സംഭവിച്ചത്. അത് അനുവദിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല, കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല, പ്രതിപക്ഷം അനുവദിക്കില്ല. ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം.
ശ്രീജയുടെ കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനും സർക്കാർ മുൻകൈ എടുക്കണം. സർക്കാരിന് കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ചെയ്തിയിൽ സർക്കാരിന് കൂടി ഉത്തരവാദിത്വമുണ്ട്. ആ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. വേദനയിൽ ഞങ്ങളും